ഓൾ ഇന്ത്യ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മക്കളെ. അപ്പൊ MBBSന്റെയും BDSന്റെയും ഒക്കെ റൗണ്ട് 2 സെക്കൻഡ് അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ നിലവിൽ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം വരെ 29th സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിന്റെ സ്കെഡ്യൂൾ വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. കാരണം പുതിയ കോളേജുകൾ, പുതിയ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. ആ സീറ്റുകൾ റൗണ്ട് 2ലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിലേ വന്നത്. പക്ഷെ ഇപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആദ്യ റൗണ്ടില്, അതായത് MBBSന്റെയും BDSന്റെയും ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക്, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് റിസൈൻ ചെയ്യാൻ, ആ കോളേജിൽ നിന്ന് റെസിഗ്നേഷൻ നടത്തി പുറത്തേക്ക് വരാനുള്ള ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 3-5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ടൈം ഉള്ളത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലോ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 3-5 PM വരെ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ, എക്സിറ്റ് നടത്താൻ, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് നടത്താനുള്ള ഒരു അവസരം ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മേ ബി ഈ ഒരു 3-ാം തീയതിക്ക് ശേഷമായിരിക്കാം റൗണ്ട് 2ന്റെ സ്കെഡ്യൂൾ വരിക എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അതിനാണ് സാധ്യത കൂടുതൽ. കാരണം 3-ാം തീയതി വരെ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ 3-ാം തീയതിക്ക് ശേഷമായിരിക്കാം റൗണ്ട് 2 വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, ഇനി പറയാനുള്ളത് ജോയിൻ ചെയ്ത കുട്ടികളോടാണ്. ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ കിട്ടി അവിടെ ജോയിൻ ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽ സീറ്റ് കൺഫർമേഷൻ ലെറ്റർ കിട്ടിയ കുട്ടികളോടാണ്. ചില കുട്ടികൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്ത് അവിടുന്ന് സീറ്റ് കൺഫർമേഷൻ ലെറ്റർ കിട്ടിക്കാണും. ഇങ്ങനെ ലെറ്റർ കിട്ടിയ കുട്ടിക്ക് ആ ക്യാമ്പസിൽ പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോകണം, അതും നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ 3 വരെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ആ കോളേജിൽ പോയിട്ട് പ്രസന്റ് ആവണം. അതായത് നിങ്ങൾ തന്നെ പോകണം, മാൻഡേറ്ററി ആണ്, മസ്റ്റ് ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ ആ ഒരു ക്യാമ്പസിലേക്ക് നിങ്ങൾ ചെല്ലുക. അവിടെ നിന്ന് നിങ്ങൾ റെസിഗ്നേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് വാങ്ങാം. ഈ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ആ ഒരു കോളേജ്, ആ ഒരു ക്യാമ്പസിൽ നിന്ന് നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈൻ ആയിട്ട് ജനറേറ്റ് ചെയ്തൊരു റെസിഗ്നേഷൻ ലെറ്റർ ആയിരിക്കും അവർ തരിക. അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ അഷ്യൂർ ചെയ്യണം. അത് നിങ്ങൾ കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ റിസൈൻ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ആരോടാണ് പറയുന്നത്? അലോട്ട്മെന്റ് ലഭിച്ച് ആ കോളേജിൽ നിന്നും സീറ്റ് കൺഫർമേഷൻ ലെറ്റർ, ആ സീറ്റ് കൺഫർമേഷൻ ലെറ്റർ ലഭിച്ച കുട്ടികളോടാണ് പറയുന്നത്. ക്യാമ്പസിൽ ചെന്നിട്ട് റെസിഗ്നേഷൻ ലെറ്റർ നിങ്ങൾ വാങ്ങുക. ഇനി അലോട്ട്മെന്റ് ലഭിച്ചു എന്നാൽ ക്യാമ്പസിലൊന്നും ചേർന്നിട്ടില്ല, നിങ്ങൾ കോളേജിൽ പോയില്ല, നിങ്ങൾക്ക് സീറ്റ് കൺഫർമേഷൻ ലെറ്റർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങൾ ആ കോളേജിൽ പോകേണ്ടതായിട്ടൊന്നുമില്ല, നിങ്ങളെ ഫ്രീ എക്സിറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ക്യാമ്പസിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു, പക്ഷെ ആ കോളേജിൽ ചെന്നില്ല, ഓൾ ഇന്ത്യയിൽ ഇപ്പൊ തമിഴ്നാട്ടിലോ കർണാടകയിലോ കിട്ടി, പക്ഷെ ആ കോളേജിൽ നിങ്ങൾ പോയില്ല, നിങ്ങളെ ഫ്രീ എക്സിറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. പോയി ജോയിൻ ചെയ്ത് സീറ്റ് കൺഫർമേഷൻ ലെറ്റർ കിട്ടിയ കുട്ടികൾക്ക് ഇനി റിസൈൻ ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ 3 വരെയാണ് അവസരം. കോളേജിൽ പോയിട്ട് റെസിഗ്നേഷൻ ലെറ്റർ വാങ്ങുക. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ അപ്പൊ 3-ന് ശേഷമാണ് നമ്മൾ റൗണ്ട് 2ന്റെ സ്കെഡ്യൂൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുൻപ് വരികയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും അതിന് ശേഷം വരാനാണ് സാധ്യത. അതേപോലെ കേരളയുടെ സെക്കൻഡ് റൗണ്ടിന്റെ യാതൊരു ഓപ്ഷൻ കൺഫർമേഷനും ഇതുവരെ കീമിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അതേപോലെ ആയുർവേദയുടെയും സിദ്ധയുടെയും ഒന്നും കേരളയുടെ ആദ്യ റൗണ്ടിന്റെ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്, കേരള മെഡിക്കലിന്റെ സെക്കൻഡ് റൗണ്ട് വന്നില്ലേ, അതേപോലെ കേരളത്തിലെ ആയുർവേദയുടെയും സിദ്ധയുടെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെ അത് ആരംഭിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.